GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST? പുതുക്കിയ GST നിരക്കുകൾ ഗാർഹിക ബഡ്ജറ്റ് ഭാരം ലഘൂകരിക്കുന്നുവെന്ന് PwC. ഭക്ഷ്യ വസ്തുക്കളുടെ വില ഉയരുന്നതിൽ ഉപഭോക്താക്കൾ ആശങ്കാകുലരാണെന്നും റിപ്പോർട്ട്. ഇന്ത്യയിലെ പുതുക്കിയ GST നിരക്കുകൾ ഗാർഹിക ബജറ്റ് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുമെന്ന് PwC റിപ്പോർട്ട്. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുന്നതിൽ നിരവധി ഉപഭോക്താക്കൾ ആശങ്കാകുലരാണ്. പണം ലാഭിക്കുന്നതിനായി ഷോപ്പിംഗ് ശീലങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നു. ഈ അസ്ഥിരമായ വിലനിർണ്ണയ കാലഘട്ടത്തിൽ ഉപഭോക്താക്കളെ നിലനിർത്താൻ ബ്രാൻഡുകൾ പ്രമോഷനുകളും ലോയൽറ്റി പ്രോഗ്രാമുകളും വാഗ്ദാനം ചെയ്യണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ഏകദേശം 63% ഉപഭോക്താക്കളും ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഭക്ഷണ ചെലവിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരിൽ പകുതിയോളം പേർ അവരുടെ ഷോപ്പിംഗ് ശീലങ്ങൾ മാറ്റുകയും വ്യത്യസ്ത സ്റ്റോറുകൾ, ഡിസ്കൗണ്ട് ഔട്ട്ലെറ്റുകൾ, പ്രമോഷണൽ ഡീലുകൾ എന്നിവ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ടിലെ 74% ഉപഭോക്താക്കളെയും ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ സാംസ്കാരിക പൈതൃകത്തിലും ദീർഘകാല പാരമ്പര്യങ്ങളിലും വേരൂന്നിയതാണെന്ന് സർവേ കണ്ടെത്തി. സംസ്കാരം, പാരമ്പര്യം, നൊസ്റ്റാൾജിയ എന്നിവയെ ആകർഷിക്കുന്ന പ്രായോഗികമായ പൈതൃക ഭക്ഷണങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പച്ചക്കറി വിലയിലും ഭക്ഷ്യവിലക്കയറ്റത്തിലും ഏറ്റക്കുറച്ചിലുകൾ നേരിട്ട കുടുംബങ്ങൾക്ക് GST ഇളവ് പ്രധാനമാണ്, റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST ഘടനയിൽ മാറ്റം വരുത്തിയെങ്കിലും കൊക്കോകോള, പെപ്സി തുടങ്ങിയ ശീതള പാനീയങ്ങൾക്ക് വില കൂടില്ല. പഴച്ചാറുകൾ അടിസ്ഥാനമാക്കിയുള്ള പാനീയങ്ങളുടെ വില കുറയാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. പുതുക്കിയ GST നിരക്ക് പ്രകാരം കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്കുകൾ, കഫീൻ ചേർത്ത പാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, പഞ്ചസാരയോ മറ്റു മധുരങ്ങളോ ചേർത്ത പാനീയങ്ങൾ എന്നിവയ്ക്ക് ഇനി 40% GST ബാധകം. നേരത്തെ ഇത് 28% GSTയും 12% സെസ്സുമായിരുന്നു. അതുകൊണ്ടുതന്നെ മൊത്തം നികുതി 40%ആയി തുടരുന്നു. എന്നാൽ പഴച്ചാറുകൾ അടിസ്ഥാനമാക്കിയുള്ള പാനീയങ്ങളുടെ വില കുറയാൻ സാധ്യതയുണ്ട്. കാർബണേറ്റഡ് അല്ലാത്ത പഴച്ചാറുകൾക്ക് 12% ഉണ്ടായിരുന്ന നികുതി 5%ആയി കുറച്ചു. ഇതോടെ ട്രോപ്പിക്കാന, മിന്റ്, മെയ്ഡ്, മാസ, റിയൽ ഫ്രൂട്ട് ജ്യൂസുകൾ തുടങ്ങിയ പാനീയങ്ങളുടെ വില കുറയും. പഴച്ചാറുകൾക്കുള്ള GST നിരക്ക് കുറച്ചതിനെ വ്യവസായ രംഗം സ്വാഗതം ചെയ്തു. എന്നാൽ കാർബണേറ്റഡ് പാനീയങ്ങളുടെ നികുതി നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നതിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST പരിഷ്കാരങ്ങൾ ഓരോ പൗരന്റെയും സുപ്രധാന വിജയമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെപ്റ്റംബർ 22 മുതൽ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും. ചെന്നൈ സിറ്റിസൺസ് ഫോറം സംഘടിപ്പിച്ച ടാക്സ് റീഫോംസ് ഫോർ റൈസിംഗ് ഭാരത് പരിപാടിയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുടനീളമുള്ള വൈവിധ്യമാർന്ന ഉത്സവ കലണ്ടറുകൾ കണക്കിലെടുത്ത് ദീപാവലിക്ക് മുമ്പ് അവ നടപ്പിലാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിന് മുമ്പ് തന്നെ ഇത് നടപ്പിലാക്കും. GST ആനുകൂല്യങ്ങൾ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. മുമ്പ് 12% മുതൽ 5% വരെ നികുതി ചുമത്തിയിരുന്ന 99% സാധനങ്ങൾക്കും GST വെട്ടിക്കുറയ്ക്കുന്നത് ഒരു പ്രധാന നീക്കമാണ്. പുതിയ GST പരിഷ്കാരങ്ങൾ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. ഈ വർഷത്തെ തിരുവോണം ബെമ്പർ ടിക്കറ്റ് വിൽപ്പന 46 ലക്ഷത്തിലേക്ക്. പ്രകാശനം കഴിഞ്ഞ് 1.5 മാസം പിന്നിടുമ്പോഴാണ് ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം വരെ 45,72,418 എണ്ണം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 9,11,670 എണ്ണം ടിക്കറ്റുകൾ ഇവിടെ വിറ്റുപോയി. ഈ വർഷത്തെ തിരുവോണ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 28-നാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചത്. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയാണ് ഭാഗ്യവാനെ കാത്തിരിക്കുന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു സവിശേഷത. കൂടാതെ 5000 മുതൽ 500 രൂപ വരെ മറ്റ് സമ്മാനങ്ങളുണ്ട്. 500 രൂപ ടിക്കറ്റ് വിലയുള്ള ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഈ മാസം 27 ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.